മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പരകൾ നിയമസഭയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. 5 മാസമായി പെൻഷൻ മുടങ്ങിയ വിഷയത്തിൽ PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ കിട്ടാനില്ലെന്ന വാർത്താ പരമ്പര സഭയിൽ അനൂപ് ജേക്കബാണ് ഉന്നയിച്ചത്. പ്രശാന്ത് കൃഷ്ണ നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, കഴിഞ്ഞ കുറേ ദിവസമായി ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ദുരിതത്തിലായ ഒരുപാട് ആളുകളുടെ ജീവിതം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ മരുന്ന് ക്ഷാമത്തിന്റെ രൂക്ഷതയും മാതൃഭൂമി ന്യൂസിന്റെ പരമ്പരയിലൂടെ വ്യക്തമായിരുന്നു. എന്തായാലും ഈ 2 വിഷയങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവരികയാണല്ലേ. ഈ സഭാ സമ്മേളനം ചൂടുപിടിക്കുമ്പോൾ ഇതുൾപ്പെടെ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയത്തിന് നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് മുതൽ 3 ദിവസം നടക്കുന്നത്. ആദ്യ ദിവസം, അതായത് ഇന്നിപ്പോൾ സഭയുടെ സാധാരണ ബിസിനസ്സുകൾ നടക്കുന്ന ആദ്യ ദിവസം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയും ഒപ്പം തന്നെ സാമൂഹ്യ പ്രതിസന്ധിയും നേരിടുന്ന വിഷയമായ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 5 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അത് കാരണമാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത്. ഈ വിഷയമാണ് ഇന്നിപ്പോൾ PC വിഷ്ണുനാഥ് അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ മാതൃഭൂമി ന്യൂസ് പരമ്പരയിലൂടെ തുറന്നു കാട്ടിയതാണ്. ഈ ജോസഫിന്റെ മരണത്തിന് ശേഷവും അതിനു മുൻപ് നിരവധി പരമ്പരകളിലൂടെ ഈ വിഷയം സാധാരണക്കാരായ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പ്രതിസന്ധി തുറന്നു കാട്ടിയതാണ്. അപ്പോൾ ഈ വിഷയം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി നോട്ടീസായി ഇന്നിപ്പോൾ നിയമസഭയിൽ കൊണ്ടുവരുന്ന ദിവസം ഇന്നിപ്പോൾ രാവിലെ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ മുടക്കിയതിൽ പ്ലക്കാർഡുമായാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ചർച്ചയിലേക്ക് കടന്നില്ല. പ്രതിപക്ഷം നൽകിയിരിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സർക്കാർ ചർച്ചയ്ക്ക് എടുത്തില്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ നമ്മൾ തന്നെ പരമ്പരയായി കൊണ്ടുവന്ന മറ്റൊരു വിഷയമായ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയിൽ ഉയർന്നു. ചോദ്യോത്തരവേളയിൽ അനൂപ് ജേക്കബാണ് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകി. ഈ വിഷയത്തെക്കുറിച്ച് അമൽ തേനംപറമ്പിൽ നമ്മോട് വിശദീകരിക്കും. അമൽ, ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ നമ്മൾ തുറന്നു കാട്ടിയ ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള മറുപടികളല്ലേ നൽകിയിട്ടുള്ളത്? മരുന്ന് ക്ഷാമം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മാതൃഭൂമി ന്യൂസ് അടക്കം നിരന്തരമായ വാർത്ത നൽകിയതാണ്. നമ്മുടെ വാർത്താ പരമ്പരയിൽ നമ്മൾ ആളുകളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ കൃത്യമായി തന്നെ ആശുപത്രിയിൽ നിന്നും മരുന്ന് വാങ്ങി ആ കുറിപ്പടിയുമായി ഇറങ്ങി വരുന്ന ആളുകളിൽ 10 മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 മാത്രം കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മൾ വാർത്തയായി കൊടുത്തതാണ്. ആ വിഷയം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. അനൂപ് ജേക്കബാണ് ആ വിഷയം ഉന്നയിച്ചത്. ആ വിഷയം ഉന്നയിക്കുമ്പോൾ പക്ഷേ മരുന്നുണ്ട് എന്ന് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ വാദം ആവർത്തിക്കുകയാണ്. ചില മരുന്നുകൾ ക്ഷാമമുണ്ട് എന്ന് മാത്രമാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ അതിന് കുറച്ച് പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന മരുന്നുകൾക്ക് കൃത്യമായ ഓർഡർ നൽകിയിട്ടുണ്ട്. മിക്കവാറും ആശുപത്രികളിൽ മുഴുവൻ മരുന്നുകളുമുണ്ട്. വളരെ കുറച്ച് ആശുപത്രികളിൽ മാത്രമാണ് മരുന്നിൻ്റെ ലഭ്യതയിൽ കുറവുള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും പരിഹരിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ മരുന്ന് ക്ഷാമം ഉണ്ട് എന്നുള്ളത് വസ്തുത നിരത്തി പ്രതിപക്ഷാംഗങ്ങൾ ഈ സഭയിൽ ഉന്നയിക്കുമ്പോൾ ആ പ്രസ്താവന തിരുത്തണം എന്നൊരാവശ്യം ഉന്നയിക്കുകയാണ് ആരോഗ്യമന്ത്രി ഒരു പരാമർശം മന്ത്രി നടത്തുകയും ചെയ്തു. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ വസ്തുതാപരമായി തത്സമയമായി ആളുകൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്തു നിന്നും, കൊച്ചിയിൽ നിന്നും, കോഴിക്കോട് നിന്നും, അത് ഒരു ആശുപത്രിയിലെ മാത്രം പ്രശ്നമല്ല, എല്ലായിടത്തു നിന്നും ആശുപത്രിയിൽ നിന്നും രോഗികൾ മരുന്ന് വാങ്ങി കുറിപ്പടിയുമായി പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഭൂരിഭാഗം മരുന്നുകളും ഇല്ല എന്ന് അവരുടെ പ്രതികരണം, രോഗികളുടെ പ്രതികരണം നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. പക്ഷേ മന്ത്രി ഇപ്പോഴും പറയുന്നത് അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് എന്നും തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകളാണ് പ്രതിപക്ഷാംഗങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. മരുന്ന് ക്ഷാമം ഇല്ല എന്ന് മന്ത്രി പറയുമ്പോഴും മന്ത്രിയുടെ മറുപടിയിൽ തന്നെ ഈ ക്ഷാമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനകളുണ്ട്. കാരണം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി സംഭരിക്കുന്ന മരുന്നുകൾ എത്രയും വേഗം ആശുപത്രികളിലെ ഈ സ്റ്റോറുകളിൽ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. അതായത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് വാങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനായി കോടികൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. പക്ഷേ അതിൻ്റെ വിതരണത്തിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് മന്ത്രിക്ക് തന്നെ ഈ വിഷയത്തിൽ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ വാർത്ത നൽകിയപ്പോൾ ആധികാരികമായി അത് നിഷേധിച്ച മന്ത്രി വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ മാതൃഭൂമി ന്യൂസിൻ്റെ വാർത്താ പരമ്പര വന്നതിന് പിന്നാലെ ഏറ്റവും ആദ്യം ഉണ്ടായത് മന്ത്രിയുടെ നിഷേധമാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം അടിസ്ഥാനരഹിതമാണ്, ചില ആളുകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വാർത്ത എന്നുള്ള തരത്തിലാണ് നമ്മുടെ വാർത്തയെ കണ്ടത്. പക്ഷേ മന്ത്രി ഇന്ന് പരോക്ഷമായി എന്തായാലും അത് സമ്മതിക്കുന്നുണ്ട്, ഇത് നിഷേധിക്കുമ്പോൾ പോലും. മാത്രമല്ല, ഇന്നത്തെ മന്ത്രിയുടെ മറുപടിയിൽ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരോട് ജനറിക് മരുന്ന് മാത്രമേ നിർദ്ദേശിക്കാവൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അത്തരം ഒരു ഷോർട്ടേജ് ഇല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമുണ്ടോ? അതായത് പ്രശ്നം അന്ന് നമ്മൾ ആശുപത്രിയിൽ പോയപ്പോൾ കണ്ട ഈ രോഗികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അതിപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും എല്ലാം നമ്മൾ കണ്ട പ്രശ്നം എന്ന് പറയുമ്പോൾ സാധാരണ ചെല്ലുന്ന രോഗികൾക്കെല്ലാം എന്താ